എടി, നമ്മൾ എങ്ങനെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുക? ഏടാ, അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. ശരിയാണ്, നമ്മൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കണമെങ്കിൽ ഇന്ന് നമ്മൾ 3 പേരും അവളുടെ വീട്ടിൽ താമസിക്കണം. നീ പറഞ്ഞത് ശരിയാണ്. നമ്മൾ എങ്ങനെ ഇന്ന് അവളുടെ വീട്ടിൽ താമസിക്കും? അതിന് നമ്മുടെ അമ്മമാർ സമ്മതിക്കുമോ? നമ്മുടെ അമ്മച്ചി സമ്മതിക്കും. എന്തെങ്കിലും കാരണം പറഞ്ഞാലേ നമ്മുടെ അമ്മച്ചി സമ്മതിക്കും. അതിന് എന്ത് കാരണമാ നീ പറയുക? അത് പിന്നെ ഒരു ഐഡിയ. നമ്മൾ അമ്മച്ചിയോട് പറയേ, സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയിട്ട് ഇതുവരെ എവിടെയും താമസിക്കാൻ പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് പെങ്കിമോളുടെ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കോ? സമ്മതിക്കായിരിക്കും. നിങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും സമ്മതിക്കും. ശരി, എങ്കിൽ നമുക്കും അമ്മയോട് ആ കാരണം തന്നെ പറയാം. അതെ, ഈ ഉസ്മാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലേ അമ്മയെ നമ്മളെ സമ്മതിക്കായിരിക്കും. ഓക്കെ, സെറ്റ്. എങ്കിൽ ജോളി ആയിരിക്കും. അതെ, ഇന്ന് എങ്ങനെയെങ്കിലും നമ്മൾ 3 പേരും അവിടെ താമസിക്കുക. നമ്മൾ അവിടെ പോകുമ്പോൾ ആരും കാണാതെ അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഡെക്കറേഷന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. എടി, ബലൂണും റിബൺസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാം. അതൊക്കെ എന്റെ വീട്ടിലുണ്ട്. ഓക്കെ. എടി കുഞ്ഞാറ്റെ, കേക്ക് നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തൊരു ചേച്ചി ഉണ്ടാക്കുന്നില്ലേ, ആ ചേച്ചിയോട് ഓർഡർ ചെയ്താലോ? അത് നീ പറഞ്ഞത് ശരിയാണ്. അപ്പൊ ആർക്കും സംശയം ഉണ്ടാവില്ല. ആ ചേച്ചി ആവുമ്പോൾ അവിടെ തന്നെ കൊണ്ടുവന്ന് തരികയും ചെയ്യും. അപ്പൊ എങ്ങനെയാ പ്ലാൻ ഒക്കെ? അതായത് നമ്മൾ 3 പേരും കൂടെ ഇന്ന് പിങ്കിമോളുടെ വീട്ടിൽ താമസിക്കുന്നു. എന്നിട്ട് ആരും കാണാതെ രാത്രിയാകുമ്പോൾ നമുക്ക് അവളുടെ വീടിന്റെ മുറ്റത്ത് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാം. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾക്കൊരു ബിഗ് സർപ്രൈസ് കൊടുക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ ഐഡിയ. ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു. ഇജ്ജെന്ന് കരുനാക്ക് വളക്കാതെടി, ഇതൊക്കെ നടക്കുന്നേ. അതെ, നമ്മൾ വിചാരിച്ച നടക്കാത്തൊരു കാര്യമുണ്ടോ? ഇതൊക്കെ നടന്നിട്ട് വേണം അവളുടെ പിണക്കം മാറ്റാൻ. ഏടാ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവളുടെ പിണക്കം മാറിയില്ലെങ്കിലോ? ഇജ്ജൊന്നും ഉണ്ടാതിരിക്കണ്ട ഇവളെ. ഇങ്ങനെയൊന്നും പറഞ്ഞ് വീണ്ടും കൺഫ്യൂഷൻ ആക്കാതെ. അവളുടെ പിണക്കം എന്തായാലും മാറും. ഏടാ, ഞാനൊരു തമാശ പറഞ്ഞതാണ്, നിന്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അവളുടെ പിണക്കം മാറാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യണത്. അപ്പൊ തീർച്ചയായും അവളുടെ പിണക്കം മാറും. നീ വിഷമിക്കണ്ട. സമയം കളയാതെ എങ്കിൽ വേഗം വാ. നമുക്ക് വീട്ടിൽ ചെന്ന് സമ്മതമാക്കിയിട്ട് വേണ്ട അവളുടെ വീട്ടിലേക്ക് പോകാൻ. അതെ, വേഗം വാ. എന്നാൽ നോക്ക്, കമലേന്റെല്ലേ അവിടെ നിന്ന് ചെടി നനക്കണത്. അതെ, കമലമ്മ. ആഹാ, 3 കുട്ടിപ്പട്ടാളുണ്ടല്ലോ. കമലമ്മ, പിങ്കി മോൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഹേയ്, ഇല്ല മോളെ, അവൾ ഒരേ കിടത്തമാണ്. ഇതുവരെയും എഴുന്നേറ്റില്ല. ആ റൂമിൽ തന്നെ കിടക്കുന്നുണ്ട്. അവൾക്ക് പനിക്കുന്നുണ്ടോ? ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. അവളുടെ പിണക്കം മാറിയില്ലെന്നാ തോന്നുന്നത് അല്ലേ? അതെ കമലമ്മ, അവളുടെ പിണക്കം ഇതുവരെ മാറിയില്ല. സാരില്ല കുട്ടികളെ, അത് മാറിക്കോളും. അവൾക്ക് എന്തോ കാര്യമായിട്ട് മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അതാണ് അങ്ങനെ അവൾക്ക് ദേഷ്യം. ഞാനാ കമലമ്മ അതിന് കാരണം. പക്ഷേ അതിന് ഞാൻ അവളുടെ സോറി പറഞ്ഞതാണ്. അത് അവളെ കേൾക്കുന്നില്ല. സാരിയില്ല മോനെ, അതൊക്കെ മാറിക്കോളും. കമലമ്മ, ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ് മോളെ? ഞങ്ങൾ ഇന്നിവിടെ താമസിച്ചോട്ടെന്നോ? അതിനെന്താ? നിങ്ങൾക്കിവിടെ താമസിക്കാൻ എന്റെ അനുവാദം വേണോ? നിങ്ങളും എന്റെ മക്കൾ തന്നെയല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇവിടെ വന്ന് താമസിച്ചുകൂടെ? ഞങ്ങളെ അമ്മയോട് സമ്മതാക്കിയിട്ട് വന്നതാണ്. ഞമ്മളും നമ്മുടെ അമ്മച്ചിയോട് സമ്മതാക്കിയിട്ട് വന്നതാണ്. അതെന്തായാലും നന്നായി. ഇന്നെന്തായാലും നിങ്ങൾ ഇവിടെ താമസിച്ചോ. അപ്പോഴേ അവളുടെ പിണക്കമൊക്കെ മാറുമല്ലോ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അവൾ അകത്തുണ്ട്. നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലി അവളോട് 2-3 വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് നനച്ചിട്ട് അങ്ങോട്ടേക്ക് വരാം. നമുക്കിന്ന് അടിച്ചു പൊളിക്കാന്നേ. ശരി കമലമ്മ.